വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ഹോസ്പിറ്റലിലേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കുന്ന സുസ്മിത സുരഭിയെ ഫോൺ ചെയ്ത് ശാലിനി വരുന്നുണ്ട്, ഒരിക്കലും പിടികൊടുക്കരുത് എന്ന് അറിയിക്കാനായിട്ട് ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം സുരഭി ഒരു ഡോക്ടർ വിളിച്ചതിനനുസരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയതിനാൽ ഫോൺ എടുക്കാനായിട്ട് സുരഭിക്ക് സാധിക്കുന്നില്ല. ഇതേ സമയം ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ശാലിനി സുസ്മിതയുടെ ഫോണിലേക്ക് ആ കോൾ വന്നത്, സുരഭി നഴ്സിൻ്റെ കോൾ വന്നത് ഓർക്കുന്നുണ്ട്. അന്നേരം അത് തന്നെ ആയിരിക്കും ആ ചതിയായിരിക്കും നടന്നത് എന്ന് ശാലിനി ഉറപ്പിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീട്ടിൽ ഒരു മദ്യക്കുപ്പിയുമായിട്ട് ഗോപാലകൃഷ്ണൻ വരികയാണ്. എന്നിട്ട് താഴെ സെറ്റിയിലിരുന്ന ശേഷം ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തോടെ മുകളിൽ നിന്നും ബാലചന്ദ്രൻ എന്തിനാ വിളിച്ചത്, കാര്യം പറ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഈ കുപ്പി അങ്ങോട്ട് ഉയർത്തി കാണുമ്പോൾ അയ്യോ അളിയ, ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു എന്നും പറഞ്ഞ് ഓടി വന്ന് ഗോപാലകൃഷ്ണൻ്റെ അടുത്തിരുന്നിട്ട് കുപ്പിയിൽ 2-3 ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. മിലിറ്ററി ആണല്ലോ, എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ തിരക്കുന്നുണ്ട്. അന്നേരം കാശ് കൊടുത്ത് തന്നെയാണ് വാങ്ങിയതെന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. ഇതേസമയം അവിടേക്ക് വരുന്ന രാജേശ്വരി കള്ള് കണ്ടാൽ പഴയതൊക്കെ മറന്ന് കമഴ്ന്ന് വീണോളും ദ്രോഹി എന്നൊക്കെ ബാലചന്ദ്രനെ കുറിച്ച് രാജേശ്വരി കരുതുകയാണ്. തുടർന്ന് അത് പൊട്ടിക്കട്ടെ എന്നും പറഞ്ഞ് കുപ്പി പൊട്ടിക്കാനായിട്ട് ബാലചന്ദ്രൻ ഒരുങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, നിന്റെ ചേച്ചിയോട് ടച്ചിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറയാൻ. അന്നേരം ഇത് കള്ള് ഷാപ്പല്ല, ഞാനിവിടത്തെ കറിക്കാരിയുമല്ല എന്ന് രാജേശ്വരി പറയുകയാണ്. അന്നേരം പഴയതുപോലെ ഒത്തൊരുമയോട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വേഗം എടുത്തുകൊണ്ട് വരാൻ പറയടാന്ന് ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. തുടർന്ന് എടുത്തുകൊണ്ട് വാ ചേച്ചി എന്നും പറഞ്ഞ് നിർബന്ധിച്ച് രാജേശ്വരിയെ ബാലചന്ദ്രൻ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ചിക്കൻ ഫ്രൈയും കൂടി എടുത്തോ ടച്ചിങ്സ് ആയിട്ടെന്ന് രാജേശ്വരി പോകാൻ നേരം ഉറക്കെ വിളിച്ചു പറയുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് ഗോപാലകൃഷ്ണനോട് പതിയെ രഹസ്യമായിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അളിയൻ ഞങ്ങളോട് പിണങ്ങിയെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഉപ്പുമാവിന് പകരം പൂഴിമണൽ വിളമ്പുക എന്നുള്ളത് ചേച്ചിയുടെ കുരുട്ട് ബുദ്ധിയാണ്, ചേച്ചിയാണ് ഒരുപാട് നിർബന്ധിച്ചത്, ഞാൻ വേണ്ടെന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ പക്ഷം ചേരുകയാണ് ബാലചന്ദ്രൻ. ചേച്ചിയെ പോലെയല്ല, എൻ്റെ മനസ്സ് തെളിഞ്ഞതാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. ഈ സമയത്ത് ടച്ചിങ്സ് ഒക്കെ ആയിട്ട് രാജേശ്വരി വരുന്നുണ്ട്. എന്നാലും കാറും ബൈക്കും ഒക്കെ അളിയൻ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്കങ്ങ് പിടഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പിണക്കം ഭാഗിക്കുകയാണ് ബാലചന്ദ്രൻ. അതൊക്കെ പോട്ടടാ, പൊട്ടിച്ചൊഴിക്കുക എന്ന് പറയുകയാണ് ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ. തുടർന്ന് അവരിരുന്ന് മദ്യപിക്കുകയാണ്. ബാലചന്ദ്രൻ കുടിക്കുന്നുണ്ട്, ഗോപാലകൃഷ്ണൻ കുടിക്കുന്നില്ല. ഗോപാലകൃഷ്ണൻ രാജേശ്വരിയോട് ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ, അകത്ത് വൈനിരിപ്പുണ്ടെന്ന്. അന്നേരം എനിക്കൊന്നും വേണ്ട എന്ന് രാജേശ്വരി പറയുകയാണ്. ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്, ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ സന്തോഷത്തോടു കൂടി തരും എന്നൊക്കെ സന്തോഷത്തോടെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അതെന്താടാ അത്രയ്ക്കും സന്തോഷമുള്ള കാര്യമെന്ന് ബാലചന്ദ്രനോട് തിരക്കുകയാണ് രാജേശ്വരി. എൻ്റെ മകൾ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായി ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ഈ മുറ്റത്ത് അവൾ വന്ന് ഇറങ്ങുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അത് കേട്ട് അന്തം വിട്ടങ്ങ് രാജേശ്വരി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങ് ചിക്കൻ കാല് കടിച്ചു പറിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് അവസാനം കേട്ട പോലെ കാറിൽ വന്ന് ഇറങ്ങുമെന്നത് മാത്രം ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നന്നായി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബാലചന്ദ്രനെ കേട്ടതെന്താണെന്ന് ഒന്നുകൂടി ഓർത്തെടുക്കുകയാണ്. തുടർന്ന് ചിക്കൻ കാലങ്ങ് വായിൽ വെച്ച് കണ്ണും തള്ളിയിരിക്കുന്ന ബാലചന്ദ്രനെ പിടിച്ച് ഉടുപ്പിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അടി കൊടുക്കുകയാണ് രാജേശ്വരി. അയാളുടെ മറ്റവളുടെ മകള് IAS പാസ്സായതിന് കള്ള് മോന്താൻ ചെന്നിരിക്കുന്നു അവനെന്നും പറഞ്ഞ് ബാലചന്ദ്രനെ വീണ്ടും പിടിച്ച് തള്ളുകയാണ് രാജേശ്വരി. ഇയാൾ സന്തോഷത്തോടു കൂടി വന്ന് വിളിച്ചപ്പോഴേ ഞാൻ കരുതിയതാണ് ഇതിലെന്തോ കെണിയുണ്ടത് എന്നൊക്കെ പറഞ്ഞ് രാജേശ്വരിയും കലിതുള്ളി നിൽക്കുന്നുണ്ട്. ചേച്ചി ഒരു പെഗ് കൂടി അടിച്ചിട്ട് മതിയാക്കാം, സാധനം മിലിറ്ററി ആണ് എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അന്നേരം വീണ്ടും ബാലചന്ദ്രൻ മുന്നോട്ട് നീങ്ങുകയാണ്. ബാലചന്ദ്രൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് പോട അങ്ങോട്ടെന്നും പറഞ്ഞ് അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോവുകയാണ് രാജേശ്വരി. തുടർന്ന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ സങ്കടത്തോടെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, നിങ്ങളോടൊക്കെ കാണിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നീ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ വരുമ്പോൾ ദൂരെ നിന്ന് കാണാനുള്ള യോഗ്യത പോലും ഇല്ല. അതിനുവേണ്ടി ഞാൻ നിന്നോട് മാപ്പിരക്കുകയാണ് എന്ന് സങ്കടത്തോടെ കണ്ണു നിറഞ്ഞ് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഇതേസമയം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും തിരികെ എത്തുന്ന സുരഭി സുസ്മിതയുടെ കോള് കാണുന്നുണ്ട്. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ശാലിനി അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം ആരാ ശാലിനി എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് സുസ്മിത. അന്നേരം എൻ്റെ സേഫ് സൈഡ് നോക്കി തന്നെയാണ് ഞാനത് ചെയ്തത്, അത് തെളിയിക്കാൻ ഒത്തിരി പാടുപെടും, ഡോക്ടർമാരുടെയും ലാബിൻ്റെയും എല്ലാ സീലും സൈനും ഒക്കെ അതിലുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് സുരഭി സുസ്മിതയോട് പറയുകയാണ്. ഈ സമയത്ത് ശാലിനി ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഒറിജിനൽ റിപ്പോർട്ട് എവിടെയാണെന്ന് സുസ്മിത തിരക്കുന്നുണ്ട്. അതെൻ്റെ ടേബിളിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെവിടേക്കെങ്കിലും വലിച്ചേറി കളഞ്ഞിട്ട് നീ രക്ഷപ്പെടാൻ നോക്ക്, ഈ ശാലിനി എന്ന്
അവൾ ഭയങ്കരമാണ്, അവൾ തലനാരിഴ കീറി സത്യമൊക്കെ തെളിയിക്കുന്നവളാണ് എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം അവളെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടാണ് നീ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നത് എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ ഈ ശാലിനി ആരാ, CBI ആണോ എന്ന് തിരക്കുകയാണ് സുരഭി. ഈ സമയത്ത് സുരഭിയുടെ ക്യാബിനിലേക്ക് ശാലിനി വരുന്നുണ്ട്. ശാലിനി അങ്ങനെ സുരഭി ഫോൺ ചെയ്യുന്നത് നോക്കി കൈയും കെട്ടി അവിടെ നിൽക്കുകയാണ്. അന്നേരം സുസ്മിത ഒരുപാട് നിർബന്ധിക്കുമ്പോൾ സുരഭി പറയുന്നുണ്ട്, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഹാഫ് ഡേ ലീവ് എടുക്കാമെന്ന്. എങ്കിൽ ശരി, അതാണ് നല്ലതെന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സുരഭി ഫോൺ കട്ട് ചെയ്യുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ശാലിനിയെ കാണുന്നുണ്ട്. അന്നേരം ഇവളാണോ ഇനി ശാലിനി? അന്ന് പ്രീതിയുടെ കൂടെ ഇവളല്ലേ വന്നത്? ഇവളെന്തിനാ ഞാൻ പേടിക്കുന്നത്? എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവളെന്തായാലും ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ് ഫോൺ നോക്കിയിരിക്കുകയാണ് സുരഭി. ആരാ, എന്ത് വേണം എന്ന് സുരഭി ചോദിക്കുന്നതിന് മുമ്പേ സുരഭിയുടെ കവാലം നോക്കി ഒരു അടി കൊടുക്കുകയാണ് ശാലിനി. അടി കൊണ്ട് എഴുന്നേറ്റ്, ആരാ, നിനക്ക് എന്ത് വേണം, നീ എന്തിനാ എന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് സുരഭി നിൽക്കുകയാണ്. അന്നേരം അവിടുത്തെ ഓഫീസിലെ ആശുപത്രിയിലെ അറ്റൻഡേഴ്സും ബാക്കി നഴ്സും ഒക്കെ ഓടി വരുന്നുണ്ട്. എന്താ കാര്യമെന്ന്. അന്നേരം സുരഭി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, നേരെ വന്ന് എന്നെ അടിക്കുകയായിരുന്നു എന്ന്. അന്നേരം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഏജന്റ് ആയിരിക്കും, പോലീസിനെ വിളിക്കാം എന്നൊരു നഴ്സ് പറയുന്നുണ്ട്. അന്നേരം സുരഭി ഒന്ന് പരുങ്ങുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, ശരി, പോലീസിനെ വിളിക്കുക, ബാക്കി അവർ വന്നിട്ട് തീരുമാനിക്കാമെന്ന്. തുടർന്ന് സംഗതി കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ സുരഭി, പോലീസിനെ വിളിക്കണ്ട, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ്, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ സംസാരിച്ച് തീർത്തോളാമെന്ന് പറയുകയാണ്. അന്നേരം അവിടുത്തെ അറ്റൻഡർ പറയുന്നുണ്ട്, ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി, നമുക്ക് സംസാരിക്കാം എന്ന് സുരഭി പറയുകയാണ്. അന്നേരം പോലീസിന്റെ സാന്നിധ്യത്തിൽ പോരേന്ന് ചോദിക്കുകയാണ്. വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ സുരഭി പറയുകയാണ്. അന്നേരം എങ്കിൽ പ്രീതിയുടെ ഒറിജിനൽ ടെസ്റ്റ് റിസൾട്ട് കാണിക്കാൻ പറയുകയാണ്. തുടർന്ന് തൻ്റെ ടേബിളിൽ നിന്നും സുരഭി ടെസ്റ്റ് റിപ്പോർട്ട് ശാലിനിക്ക് കൊടുക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കിയ ശേഷം, ഇനി നീ വരണം, ഞാൻ പറയുന്നിടത്ത് വരണമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അതെന്നും പറഞ്ഞ് സുരഭി മടിച്ചു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നോ എന്നും പറഞ്ഞ് ശാലിനി ചോദിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കൂടെ സുരഭിയും പുറപ്പെടുകയാണ്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിലെ എല്ലാവരും മുറ്റത്ത് ശാലിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വസുമതി പറയുകയാണ്, ഞാൻ 1 മണിക്കൂറാണ് ശാലിനിക്ക് സമയം അനുവദിച്ചത്. അതിനുള്ളിൽ അവൾ എന്ത് മലമറിക്കാനാണ്? ഇനി 1 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ എന്ന് അർജുനോട് കയർത്തുകൊണ്ടിരിക്കുകയാണ് വസുമതി. ഈ സമയത്താണ് സുരഭി നഴ്സിനെയും കൂട്ടി ശാലിനി ഓട്ടോയിൽ അവിടെ എത്തുന്നത്. തുടർന്ന് ഓട്ടോയിൽ ശാലിനി ഇറങ്ങിയ ശേഷം സുരഭിയെ പിടിച്ചങ്ങോട്ട് ഇറക്കുകയാണ്, ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ്. അത് കാണുമ്പോഴേ സുസ്മിതയ്ക്ക് മനസ്സ് പിടിവിട്ട് പോവുകയാണ്. ഇവള് ശാലിനിയുടെ പിടിയിൽ ചെന്നോ, ഇവളിനി എല്ലാം പറഞ്ഞാൽ എൻ്റെ കഥ തീർന്നു എന്നൊക്കെ സുസ്മിത ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ശാലിനി എത്തിയെന്ന് വിഷ്ണു വസുമതിയോട് പറയുന്നുണ്ട്. അവളെന്താ മലമറിക്കാൻ പോകുന്നത് എന്നുകൂടി ഞാൻ കാണട്ടെ എന്ന് തിരിച്ച് മറുപടിയായിട്ട് വസുമതിയും പറയുന്നുണ്ട്. തുടർന്ന് സുരഭിയെ മുന്നോട്ട് നിർത്തിയിട്ട് ശാലിനി വസുമതിയോട് ചോദിക്കുന്നുണ്ട്, ഇവളല്ലേ ആൻറ്റിക്ക് DNA ടെസ്റ്റിന് റിസൾട്ട് തന്നതെന്ന്? അന്നേരം അതിനവൾ അവളുടെ ഡ്യൂട്ടി അല്ലേ ചെയ്തതെന്ന് വസുമതി ചോദിക്കുകയാണ്. അങ്ങനെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്തെങ്കിൽ അവൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ബാക്കി പുതിയ ടെസ്റ്റ് റിസൾട്ട് കൊടുത്തിട്ട്, ഇതാണ് ശരിക്കുള്ള റിസൾട്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നോക്ക് എന്ന് വസുമതിയോട് പറയുകയാണ്. അന്നേരം ആകെ നിന്ന് കരയുകയാണ് സുരഭി. അന്നേരം സുസ്മിത പറയരുതെന്നൊക്കെ സുരഭിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. തുടർന്ന് റിസൾട്ട് വസുമതി വായിച്ചതിന് ശേഷം സത്യഭാമയും വായിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും അത് വാങ്ങി വായിക്കുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, പ്രീതിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അർജുനാണെന്ന് തെളിയിക്കാനായിട്ട് ഒരു ടെസ്റ്റ് റിസൾട്ടിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ആൻറ്റിയുടെ സംശയത്തിൻ്റെ അവസാന കണ്ണിയെ കൂടി കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ അനുകൂലിച്ചതെന്ന്. പ്രീതിക്ക് അവിടെ അഗ്നിശുദ്ധിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിതിന് കൂട്ടുനിന്നതെന്നും വസുമതിയോട് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയോട് വന്ന് പറയുകയാണ്, സത്യഭാമയുടെ അഭിമാനത്തിന് കോട്ടം വരുത്താൻ വേണ്ടിയൊന്നുമല്ല ഞാനിത് ചെയ്തതെന്ന്. അന്നേരം സത്യഭാമയൊന്ന് അയയുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, സംശയമുള്ള ആർക്കും പ്രീതിയുടെ ഒറിജിനൽ ടെസ്റ്റ് റിപ്പോർട്ട് വായിച്ച് നോക്കാമെന്ന്. ഇനി പ്രീതിയെ ആർക്കും തെറ്റു പറയാൻ പറ്റില്ല, ഒരു സംശയത്തിൻ്റെ നിഴൽ പോലും പ്രീതിക്ക് നേരെ വീഴില്ല എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം ആകെ സന്തോഷമാവുകയാണ് പ്രീതിക്കും അർജുനും വിഷ്ണുവിനും സത്യഭാമയ്ക്കും ഒക്കെ. അന്നേരവും രാഘവൻ നായർ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ മോളെ ആ ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയാണ് മാറിയതെന്ന്. അതിനുള്ള മറുപടി ഇവള് പറയും എന്ന് പറഞ്ഞ് സുരഭിയെ പിടിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് നിർത്തുകയാണ്. പറയടി എന്ന് പറഞ്ഞിട്ട് ശാലിനി. അന്നേരം പറയല്ലേടി എന്ന് മനസ്സിൽ കരുതുന്നുണ്ട് സുസ്മിത.
അത് ഞാൻ റിപ്പോർട്ട് മാറ്റിയതാണെന്ന് അവസാനം സുരഭി പറയുന്നുണ്ട്. എൻ്റെ മകളുടെ തന്നെ ജീവന് ഭീഷണിയാകുന്ന ഈ നീചകൃത്യം നീ എന്തിനാണ് ചെയ്തത്, ആര് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം മിണ്ടാതെ അങ്ങ് സുരഭി നിൽക്കുമ്പോൾ ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് സുരഭിയുടെ കവിളിന് കുത്തിപ്പിടിക്കുകയാണ് വിഷ്ണു. പറയടി എന്ന് പറഞ്ഞിട്ട് അവസാനം വിഷ്ണുവിനെ ഒരു വിധത്തിൽ ശാലിനി പിടിച്ച് മാറ്റുന്നുണ്ട്. അന്നേരം ആകെ അങ്ങ് ഭയത്തോടെയും ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുസ്മിത. ഒരു പെൺകുട്ടിയുടെയും ദേഹത്ത് കൈവയ്ക്കരുത് മോനെ എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ തൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് സുരഭിയുടെ നെറ്റിക്ക് നേരെ നീണ്ടിയിട്ട് ഇത് ഞാൻ ശാലിനിക്ക് വേണ്ടി കരുതി വെച്ചതാണ്, നിന്റെ ജീവൻ ഇവിടെ വീഴണ്ട എന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കാഞ്ചി വലിക്കാനായിട്ട് സത്യഭാമ ശ്രമിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് പോകാൻ തയ്യാറായിക്കോ, സത്യം പറയടി എന്നൊക്കെ ഭാമ പറയുകയാണ്. അന്നേരം ഞാൻ പറയാം, എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് എന്ന് സുരഭി പറയുകയാണ്. അന്നേരം സുരഭിയുടെ മുമ്പിലേക്ക് നിന്ന് സത്യഭാമയുടെ പുറയിലേക്കായിട്ട് നിന്ന് സുസ്മിത കണ്ണുകൊണ്ടിങ്ങനെ തല കൊണ്ടിങ്ങനെ ആങ്ങും കാണിക്കുകയാണ് പറയല്ലേ എന്ന്. ഇതൊക്കെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. അവസാനം പറയടി എന്നും പറഞ്ഞ് തോക്കും ചൂണ്ടി ഭാമ നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.